കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തങ്കം അങ്ങനെ കൃഷ്ണയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ആ സ്വർണ്ണമാല ഗോപാലിന് നേരെ നീട്ടിയിട്ട് പറയണേ, ഗോപാലിന് ഇത് എവിടെയെങ്കിലും കൊണ്ട് വിൽക്കണം, ഇത് വിറ്റ് കുറച്ച് കാശ് എനിക്ക് സംഘടിപ്പിച്ച് തന്നെ. അന്നേരം ഗോപാലൻ സിമന്തി ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇപ്പോൾ തങ്കത്തിന് ഇത്രയും കാശ് ഞങ്ങളോട് പറയുന്നേ. അന്നേരം തങ്കം പറയണേ, അത് പിന്നെ ഇനിയിപ്പോൾ ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാൽ കൃഷ്ണമോളെയും കൂട്ടി നവീൻ ഇങ്ങോട്ടേക്ക് വിരുന്നിനൊക്കെ വരില്ലേ, അപ്പോൾ അവരിവിടെ വരുമ്പോൾ ഒരു കുറവും വരാൻ പാടില്ലല്ലോ. അന്നേരം ഗോപാലൻ പറഞ്ഞേ, അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ, കൃഷ്ണമോളും നവീനും കൂടി ഇങ്ങോട്ടേക്ക് വിരുന്നിന് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു കുഴവും വരാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുക്കി കൊടുക്കാനേ. പക്ഷെ അതിന് തങ്കം കൃഷ്ണമോൾക്ക് വേണ്ടി ഇത്രയും നാൾ പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ച ഈ മാല വിൽക്കുകയൊന്നും വേണ്ട. കൃഷ്ണയെ ഞാൻ എൻ്റെ സ്വന്തം സഹോദരിയുടെ മകളായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള അവളും അവളുടെ ഭർത്താവും കൂടി ഇവിടെ വിരുന്നിന് വരുമ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമല്ലേ. അന്നേരം തങ്കം പറയുന്നുണ്ട്, എനിക്കറിയാം നിങ്ങളിത് വേണ്ട പോലെ തന്നെ ചെയ്യുമെന്ന്, പക്ഷേ അതിന് ആവശ്യമുള്ള പൈസ വേണ്ടേ. ഗോപാലൻ്റെ കയ്യിൽ അത്രയും പൈസയൊന്നും കാണില്ലല്ലോ, ഇനിയിപ്പോൾ അതിനു വേണ്ടി വീണ്ടും കടം വാങ്ങണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഇത് വിൽക്കാൻ പറഞ്ഞത്. അന്നേരം ഗോപാലൻ പറയണേ, കടം വാങ്ങി തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ, അത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമല്ല, പ്രത്യേകിച്ച് ഞങ്ങളുടെ കൃഷ്ണമോൾക്ക് വേണ്ടിയാകുമ്പോൾ. തങ്കത്തിന് ഞാൻ എൻ്റെ സ്വന്തം സഹോദരിയുടെ സ്ഥാനത്ത് തന്നെയാണ് കണ്ടിരിക്കുന്നത്, അതിൽ ഒരു വേർതിരിവും ഞാൻ കാണിച്ചിട്ടില്ല. അതേ തങ്കേച്ചി, നമ്മുടെ പോലെ ഇത്രയും കൊച്ചു വീട്ടിലേക്ക് നവീനെ പോലെ ഇത്രയും വലിയ ആൾ വരുമോ എന്നൊന്നും അറിയില്ല. അങ്ങനെ വരുവാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നല്ല വിഭവങ്ങളൊരുക്കി നവീന കൃഷ്ണമോളെ സന്തോഷത്തോടു കൂടി തന്നെ ഇവിടെ വിരുന്നിന് സ്വീകരിക്കാൻ പറ്റും. തങ്കേച്ചി അതോർത്ത് വിഷമിക്കുകയും വേണ്ട. അന്നേരം തങ്കം പറയുന്നുണ്ട്, സത്യം പറയാലോ, കൃഷ്ണയ്ക്ക് ഈ നാട്ടിലേക്ക് വരാൻ തോന്നിയതും ഗോപാലിനെ കാണാൻ തോന്നിയതും വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ കാണുന്നത്. ഇത്രയും നാളും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വേദനകൾ മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ. മുമ്പെപ്പോഴോ ഞാൻ ചെയ്ത എന്തോ തെറ്റിൻ്റെ ഫലമായി ഇങ്ങനെ സങ്കടപ്പെടുകയും കഷ്ടപ്പെടാൻ അനുഭവിക്കുകയും ചെയ്യുന്നതെന്നൊക്കെ പലതവണ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം മനസ്സിലായി, ദൈവം എന്നെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ടില്ലെന്ന്. അതുകൊണ്ടല്ലേ നിങ്ങളുടെ അരികിലേക്ക് എനിക്കെത്താൻ പറ്റിയത്. എനിക്ക് ജീവനുള്ള കാലം വരെ നിങ്ങൾ ചെയ്തു തന്ന സഹായങ്ങളൊന്നും ഒന്നും തന്നെ ഞാൻ മറക്കില്ല എന്നും പറഞ്ഞ സങ്കടത്തോടെ ഗോപാലിനോട് സുനന്ദയോട് നന്ദി പറയുവാണ് തങ്കം. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയും പൂജാരിയും തമ്മിൽ സംസാരിക്കുന്നതാണ്. അന്നേരം പൂജാരി പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം ആ കുട്ടി ഭംഗിയായിട്ട് തന്നെ എല്ലാ പൂജാ കർമ്മങ്ങളും കൃത്യമായിട്ട് തന്നെ ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അല്ലെങ്കിലും കൃഷ്ണമോൾ എല്ലാത്തിലും മിടുക്കിയ, വളരെ ആത്മാർത്ഥതയുടെ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടിയാണ് ആ കുട്ടി ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അന്നേരം പൂജാരി പറയണേ, പക്ഷേ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വ്രതം കൂടുതൽ കഠിനമാവുകയും ചില അപകടകരമായ സന്ദർഭങ്ങൾ വരും, അത് ആ കുട്ടി തരണം ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അതിന് കൂടുതൽ കഠിനമായിട്ട് ദൈവത്തിൽ പ്രാർത്ഥിച്ച് പൂർണ്ണമായും നാഗദൈവങ്ങളെ മനസ്സിൽ വിചാരിച്ച് പൂജാകർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ടും വരും. കഠിനമായ ദിവസങ്ങളാണ് ഇനി ആ കുട്ടിക്ക് നേരിടാനുള്ളത്. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല ഇനി സർപ്പദംശനമോ അങ്ങനെ സർപ്പത്തിൻ്റെ വിധ മറ്റെന്തെങ്കിലും കോപങ്ങളോ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ടോ? അന്നേരം തിരുമേനി പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല, പ്രാർത്ഥിക്കുക അല്ലാതെ മറ്റൊന്നും അതിന് മാർഗ്ഗമില്ല. പിന്നീട് കാണിക്കുന്നത് ഓഫീസിൽ പോകാനായിട്ട് റെഡി ഇറങ്ങുന്ന സിത്താരേനെയാണ്. ഈ സമയം ഗാഥ സിത്താരയുടെ പിന്നാലെ ചെല്ലുക, മമ്മി ഇപ്പോൾ ഓഫീസിലേക്ക് പോകുവാണോ? ആ അതെ, എന്തു പറ്റി, ഇന്നലെ തന്നെ എൻ്റെ പേടിയൊന്നും മാറിയില്ലേ? അതൊക്കെ മാറി മമ്മി ഇന്നിപ്പോൾ ഓഫീസിലേക്കൊന്നും പോകണ്ട, മമ്മി നേരെ കളരിക്കലേക്ക് ചെല്ല്, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാമല്ലോ. ആ കൃഷ്ണ കൃത്യമായിട്ട് പൂജാകർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കുന്നുണ്ടോ എന്ന് നമുക്കറിയണ്ടേ. അന്നേരം സിത്താര പറയുന്നുണ്ട്, മോളെ ഇന്ന് ഓഫീസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് ഉള്ളതാണ്, പിന്നെ കളരിക്കൽ പോലെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയൊക്കെ അത്തരം താല്പര്യത്തോടു കൂടി കാണുന്ന ആൾക്കാർ ഒരിക്കലും അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും വരത്തില്ല, അതുകൊണ്ട് ആ കാര്യോർത്തൊന്നും നീ വിഷമിക്കാൻ നിൽക്കണ്ട. അന്നേരം ഗാഥ പറയുന്നുണ്ട്, ശരി ആ കാര്യം പോട്ടെ, അവൾ നവീനുമായിട്ട് അടുക്കുന്നുണ്ടോ എന്ന് അറിയണ്ടേ, നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ട അവൾ അവളുടെ തോന്നിയ ദിവസം ചെയ്യോടെ. ഗാഥെ, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. ഇന്നലെ കൃഷ്ണനെക്കുറിച്ച് ഓരോന്നൊക്കെ പറഞ്ഞ് നീ തന്നെ പാമ്പിന് സ്വപ്നം കണ്ടത് ഓർമ്മയില്ലേ, അതുകൊണ്ട് നീ സമാധാനത്തോടെ ഇരിക്കുക. നവീനെയും സുമിത്രേനെയൊക്കെ ഞാൻ വിളിച്ചതാ, അവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നെനിക്ക് ഓഫീസിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തൊരു ദിവസം, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ മൂഡ് കളയല്ലേ. ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് സിത്താര അവിടെ നിന്ന് പോകുവാണ് കേട്ടോ. അത് കേട്ട ദേഷ്യത്തോടെ അവിടെ നിൽക്കുവാണ് ഗാഥ. പിന്നീട് കാണിക്കുന്നത് പൂജകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷ്ണനെയാണ്. അങ്ങനെ നാഗത്തറയിരുന്ന് പതിവ് പോലെ പൂജകളൊക്കെ ചെയ്യുവാണ് കേട്ടോ കൃഷ്ണ. ഈ സമയം നിർമ്മലയും കീർത്തിയും സുമിത്രയും മുത്തശ്ശിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ പൂജകളെല്ലാം പൂർത്തിയായതിനു ശേഷം പൂജാരി കൃഷ്ണയോട് പറയണേ, ഇനി കുട്ടി എഴുന്നേറ്റോളൂ, ഇനി നിർമ്മലൊക്കെ വന്നിരിക്കാം. അങ്ങനെ നിർമ്മലയാണെങ്കിൽ തീരെ താല്പര്യമില്ലാതെ അവിടെ വന്നിരിക്കേ. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, നിർമ്മലേ നിനക്ക് മര്യാദക്ക് ഭക്തിയോട് കൂടി കാര്യങ്ങളൊക്കെ ചെയ്തൂടെ? അന്നേരം നിർമ്മല പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ ഒന്നാമത് ഈ വിളക്കുകളുടെ ചൂടും പിന്നെ ഈ സൂര്യപ്രകാശവും ഒക്കെ ഏറ്റവും ആകെ അസ്വസ്ഥയായിട്ടിരിക്കുവാണ്. അപ്പോഴാണ് അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്നേരം തിരുമേനി പറയണേ, അതെ
ഈ പൂജാവിധികളെല്ലാം ഒരാളെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങളല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളിതൊന്നും ചെയ്യേണ്ട. അത് കേൾക്കുന്നത് നിർമ്മലക്ക് സന്തോഷമാകുവാണ്. ആ സമയം പൂജാരി പറയുന്നുണ്ട്, ഇതിൻ്റെ എല്ലാം ശിക്ഷയായിട്ടുള്ള മരണം തന്നെ നിങ്ങൾ ഏറ്റുവാങ്ങിക്കോളൂ. അത് കേൾക്കുന്നത് നിർമ്മല പറയണേ, ഓ എപ്പോഴും ഇങ്ങനെ മരണത്തിൻ്റെ കാര്യം പറഞ്ഞ് പേടിപ്പിക്കുകയൊന്നും വേണ്ട, ഞാൻ ചെയ്തോളാം. എന്നാൽ കുറച്ചു നേരം മുമ്പ് കാണിച്ച നിഷേധത്തിൻ്റെ പ്രായശ്ചിത്തം തന്നെ ആദ്യം ചെയ്തോട്ടെ. ഏത്തവിട്ട് നാഗത്രക്ക് ചുറ്റും 21 പ്രാവശ്യം വലം വെച്ചതിന് ശേഷം പൂജകൾ തുടങ്ങിയാൽ മതി. അത് കേൾക്കുന്നതും നിർമ്മല സങ്കടത്തിലും ദേഷ്യത്തിലും അവിടെ നിന്ന് എണീറ്റ് വീണ്ടും ഏത്തവിടാൻ തുടങ്ങുകയും അതിനുശേഷം 21 വട്ടം വലം വെച്ച് ആകെ തളർന്ന് ആവശ്യമായിട്ട് അവിടെ ഇരുന്ന് പൂജകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം നിർമ്മല മനസ്സിൽ പറയുന്നുണ്ട്, എൻ്റെ നാഗദൈവങ്ങളെ, ഒരു ശാപവും ഇല്ലാതെ എന്നെ ഇതിൽ നിന്ന് ഒന്ന് മോചിപ്പിച്ച് തന്നൂടെ എന്നും പറഞ്ഞ് തീരെ താല്പര്യമില്ലാതെ മനസ്സിൽ ദേഷ്യം വെച്ച് ആ പൂജയെല്ലാം ചെയ്യുവാണ്. പിന്നീട് കാണിക്കുന്നത് ഭക്ഷണം കഴിക്കാനായിരിക്കുന്ന ഗാഥ എന്തൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ സമയം സിനി ഫുഡും ജ്യൂസൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അന്നേരം സിനിയോട് ഗാഥ ചോദിക്കണേ, അതെ സിനി ചേച്ചി, ഈ 41 ദിവസത്തിന് പൂജ അവൾ ഭംഗിയായി പൂർത്തിയാക്കിയ പിന്നെ സർപ്പദോഷമൊന്നും ഉണ്ടാവില്ലല്ലേ? ഉണ്ടാവില്ല. അപ്പോൾ അവളെ സർപ്പം കൊത്തുകയൊന്നും ചെയ്യില്ലായിരിക്കും അല്ലേ? അങ്ങനെ ആയിരിക്കുമല്ലോ. അതെങ്ങനെ ശരിയാവും? അവൾ മരിക്കണ്ടേ? അവൾ മരിച്ചാലല്ലേ എനിക്ക് നവീൻ്റെ ഭാര്യയാക്കാൻ പറ്റുള്ളൂ. ഗാഥ മേഡം അങ്ങനെ എന്തിനു ചിന്തിക്കുന്നത്? പൂജ പൂർത്തിയാക്കി അവൾ മരിക്കാതെ അവൾ എവിടെയെങ്കിലും പൊയ്ക്കോളും. അവളും ഗാഥ മേഡത്തെ പോലെ ഒരു പെൺകുട്ടിയല്ലേ? അവൾ എവിടെയെങ്കിലും ജീവിച്ചോട്ടെ. അവളൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സമായിട്ട് വരില്ല. അതെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? സിനി ചേച്ചിക്ക് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമോ? അവളിപ്പോൾ തന്നെ അവളുടെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വന്നത്. അതുപോലെ അവൾക്ക് ഇനിയും പൈസയുടെ ആവശ്യം വന്നാലോ? അവളൊന്നെങ്കിൽ മമ്മിയോട് ചോദിക്കും, അല്ലെങ്കിൽ എൻ്റെ നവീൻ്റെ മുമ്പിൽ ഭീഷണിയായിട്ട് വരും. അങ്ങനെ എൻ്റെ രൂപസാദൃശ്യമല്ല മറ്റൊരുത്തി ഈ ഭൂമിയിൽ വേണ്ട. എൻ്റെ നവീൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവൾ ഇന്നും ഒരു ഭീഷണി തന്നെയാണ്. അന്നേരം സിനി പറയുന്നുണ്ട്, ഗാഥ മേഡം ആവശ്യമില്ലാത്തൊന്നും വിചാരിക്കണ്ട. മമ്മി പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്താൽ പോരെ. അന്നേരം ഗാഥ പറയണേ, മമ്മിക്ക് എന്തറിയാം? മമ്മിക്ക് ഏത് നേരവും ഓഫീസിലെ തിരക്കുകളും മറ്റു കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കാനുണ്ട്. എൻ്റെ കാര്യമപ്പോൾ ഞാൻ തന്നെ നോക്കിയല്ലേ പറ്റൂ. എൻ്റെ സേഫ്റ്റി എനിക്ക് ഉറപ്പാക്കണം. അതിന് കൃഷ്ണ ഈ ഭൂമിയിൽ ജീവനോടിരിക്കാൻ പാടില്ല. അവളെ സർപ്പദംശനം ഏറ്റു തന്നെ മരിക്കണം. അതിനുള്ള വഴി എന്താണെന്ന് എനിക്കറിയാം. അത് കേട്ട് സിനി ഭയന്ന് പറഞ്ഞ് ടെൻഷനോട് കൂടി നിൽക്കുകയാണ്. ഗാഥ മേഡം എന്തായി പറയുന്നത്? കൃഷ്ണയെ കൊല്ലാനാണോ മേഡം തീരുമാനിച്ചിരിക്കുന്നത്? അതെ, അത് തന്നെയാണ്. തൽക്കാലം സിനി ചേച്ചി ഈ കാര്യം മമ്മീനെ അറിയിക്കാൻ നിൽക്കണ്ട. മമ്മീനെ അറിയിച്ചാൽ അതിനുള്ള ദോഷം സിനി ചേച്ചിക്കും കൂടിയായിരിക്കും. അങ്ങനെ പറഞ്ഞ് ഗാഥ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഗാഥയുടെ വാക്കുകളെല്ലാം കേട്ട് പരിഭ്രമത്തോടു കൂടി നിൽക്കുവാണ് സിനി. പിന്നീട് കാണിക്കുന്നത് നവീനും അമ്മയും കൂടി സംസാരിക്കുന്നതാണ്. അന്നേരം സുമിത്ര നവീനോട് ചോദിക്കുന്നുണ്ട്, നീ ഉറങ്ങിയില്ല? ഞാൻ വിചാരിച്ചു നീ റൂമിൽ കിടന്നുറങ്ങുമായിരിക്കുമെന്ന്. അന്നേരം നവീൻ പറയണേ, ഇന്നലെ രാത്രി പോലും മനുഷ്യന് ഉറങ്ങാൻ പറ്റിയില്ല, അപ്പോളാ പകല്. അതെന്താ നീ ഉറങ്ങാത്തത്? എങ്ങനെ ഉറങ്ങും? ഗാഥ ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കഷ്ടപ്പെടുമ്പോൾ അതൊക്കെ കണ്ട് എങ്ങനെ എനിക്ക് നോക്കി നിൽക്കാൻ പറ്റുന്നത്? എന്ത് കഠിനമായ വ്രതങ്ങളൊക്കെയാണ് ഗാഥയെ കൊണ്ട് ചെയ്യിക്കുന്നത്. എന്നിട്ട് തറയിൽ ഒരു ഷീറ്റ് പിടിച്ച് മാത്രം കിടക്കുന്നു, ഒരു നേരം മാത്രം ഭക്ഷണം. അമ്മ ഒന്ന് തിരുമേനിയോട് പറയുമോ? മറ്റെന്തെങ്കിലും പരിഹാര മാർഗങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തരാൻ പറ. തിരുമേനിമാർ വിചാരിച്ചാൽ മറ്റെന്തെങ്കിലും പൂജകൾ പറയാൻ പറ്റുമല്ലോ. മോനെ ഗാഥമോള് ഇതെല്ലാം ഒത്തിരി സന്തോഷത്തോടെയും പൂർണ്ണ മനസ്സോടും കൂടിയാണ് ചെയ്യുന്നത്. പിന്നെ സന്തോഷം, അയാളുടെ ഉള്ളിൽ സങ്കടം ഉണ്ടാകും. നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടിയായിരിക്കും അയാളും എല്ലാത്തിനും ഇങ്ങനെ തലയാട്ടി കൂടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ തിരുമേനിമാർക്ക് ഉള്ളിലേക്ക് ഒരു അസൂയ ഉണ്ടാകും. നല്ല സൗഭാഗ്യത്തിലും സുഖസൗകര്യങ്ങളൊക്കെ ജീവിക്കുന്നവരെ കാണുമ്പോൾ അവർക്കിട്ടൊരു പണി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞായിരിക്കും ഇതുപോലെ ഓരോ പൂജകളും കഠിനവ്രതങ്ങളും ഒക്കെ അവർ പറയുന്നത്. മുത്തശ്ശിയോട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, മുത്തശ്ശിക്ക് വിഷമമാകും. അതുകൊണ്ടാണ് അമ്മയോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് കേട്ട് സുമിത്ര പറയണേ, മോനെ പണ്ട് നീ ചെറുതായിരിക്കുമ്പോൾ നിന്നെ വാക്സിനേഷൻ എടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അന്നേരം നീ ഇഞ്ചക്ഷൻ വെക്കാൻ വരുന്നത് കാണുമ്പോഴേ കരഞ്ഞ് നിലവിളിക്കും. എന്തിനാ അമ്മേ എന്നെ ഇഞ്ചക്ഷൻ വെക്കുന്നതെന്ന് ചോദിക്കും. ആ സമയം പറയും, ഇപ്പോൾ ഇഞ്ചക്ഷൻ വെക്കാനുള്ള ചെറിയൊരു വേദന സഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നിനക്ക് വേണ്ടിയിട്ടുള്ള രോഗപ്രതിരോധ ശേഷി നിനക്ക് കിട്ടുമെന്ന്. അതേ കാര്യം തന്നെ അമ്മയ്ക്ക് ഇവിടെയും പറയാനുള്ളത്. നിൻ്റെയും ഗാഥമോളുടെയും തുടർന്നുള്ള ജീവിതകാലം മുഴുവനിലേക്കുള്ള നല്ല ജീവിതത്തിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുന്ന ഒരു 41 ദിവസം മാത്രമാണിത്. അതിന് നീ അങ്ങനെ കണ്ടാൽ മതി. അങ്ങനെ പറഞ്ഞ് നവീനെ സമാധാനിപ്പിക്കുകയാണ് സുമിത്ര. പിന്നീട് കാണിക്കുന്നത് ഗാഥ സാരിയൊക്കെ അണിഞ്ഞ് റെഡിയായി താഴത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. അത് കാണുന്നതും സിനി ഗാഥയെ തന്നെ നോക്കി നിൽക്കുക. എന്താ മാഡം, എന്താ ഈ വേഷത്തിൽ? മാഡത്തിൻ്റെ ഡ്രസ് കളക്ഷനിൽ ഇങ്ങനൊരു ഡ്രസ്സ് കണ്ടതേയില്ല. എങ്ങനെയുണ്ട്? മാഡം ഏത് ഡ്രസ്സ് ഇട്ടാലും സൂപ്പറല്ലേ. അല്ല മാഡം ഫ്രണ്ട്സിൻ്റെ ഒപ്പം എവിടെയെങ്കിലും പോകുവാണോ? ഞാൻ ഒരിടത്തേക്കുമല്ല പോകുന്നത്, കളരിക്കിലേക്കാണ് പോകുന്നത്. കളരിക്കിലോ? മാഡം ഇപ്പം എന്തിനാണ് കളരിക്കിലേക്ക് പോകുന്നത്? എനിക്ക് പകരം കൃഷ്ണ അവിടെ പൂജ ചെയ്യുവാണല്ലോ. അവളെ പൂജ ചെയ്യുന്നത് മതി. അവളങ്ങനെ പൂജ ചെയ്ത് അതിൻ്റെ നന്മ ഒറ്റയ്ക്ക് സ്വന്തമാക്കണ്ട.
ഇനി ആ പൂജകളെല്ലാം ഞാൻ തന്നെ ചെയ്തോളാം. അങ്ങനെ പറഞ്ഞ് കളരിക്കിലേക്ക് പോകാനൊരുങ്ങി നിൽക്കുന്ന ഗാഥയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്